നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കഴിഞ്ഞ സീസണിൽ പലവട്ടം നമ്മൾ കണ്ടതാണ് എതിരാളികൾ കൊതിപ്പിച്ച് കടന്നു കളയുന്ന ബയർ ലെവർക്യൂസൻ. അവസാന നിമിഷങ്ങളിൽ എതിരാളികൾ വിജയിക്കുമെന്ന് തോന്നിച്ച കളികളിൽ ഗോൾ അടിച്ചുകൊണ്ട് സമനില പിടിക്കുക. ഇനി എതിരാളികൾ സമനിലയാവുമെന്ന് കരുതിയ മത്സരങ്ങൾ ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ച് വിജയിക്കുക. ഇതൊക്കെയായിരുന്നല്ലോ കഴിഞ്ഞ സീസണിലെ സാബി അലോൺസോയുടെ കുട്ടികളുടെ ഹോബി. ഈ സീസണിലും അതവർ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഈ സീസണിലെ ആദ്യ ബൂണ്ടസ് ലീഗ മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബാക്കിനെ ബയർ ലെവർക്യൂസൻ പരാജയപ്പെടുത്തിയത്. വിജയ ഗോൾ പിറന്നതാവട്ടെ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അവസാന ഘട്ടത്തിലാണ് ആ ഗോൾ വരുന്നത്. ബയർ ലെവർക്യൂസന് വേണ്ടി സാക്കയും വേർഡ്സുമാണ് ഗോളുകൾ കണ്ടെത്തിയതെങ്കിൽ മറുഭാഗത്ത് എൽവെരിയും ക്ലൈൻറ്റിൻസുമാണ് ഗോളുകൾ നേടിയത്. ലെവർക്യൂസന്റെ ആദ്യ ഗോൾ 12ാമത്തെ മിനിറ്റിൽ സാക്കയുടെ വക ഒരു റോക്കറ്റ് ഷോട്ടിലൂടെ വന്ന ഗോളാണ്. പിന്നെ 38ാമത്തെ മിനിറ്റിൽ വേർഡ്സും ഗോളടിച്ചു. പക്ഷേ മോൺഷൻ ഗ്ലഡ്ബാക്ക് 59-85 മിനിറ്റുകളിൽ ഗോളടിച്ചതോടെ മത്സരം സമനിലയിലേക്ക് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. ആ ഘട്ടത്തിലാണ് അവസാന നിമിഷത്തിൽ വേർഡ്സിന്റെ ഗോൾ പിറക്കുന്നത്. മത്സരത്തിൽ 3-2 അവർ വിജയിച്ച് കയറുകയും ചെയ്തു. ഏതായാലും ആദ്യ കളി വിജയിച്ചു. 3 പോയിന്റ് ബയർ ലെവർക്യൂസൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ കളി മാറ്റിമറിക്കുന്ന പരിപാടിയുണ്ടല്ലോ. കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ കണക്കെടുത്താൽ 12ാം തവണയാണ് ഈ പണി ചെയ്യുന്നത് ബയർ ലെവർക്യൂസൻ. കഴിഞ്ഞില്ല. ഇതോടുകൂടി 2023 സീസൺ മുതൽ ഇങ്ങോട്ടെടുത്താൽ 34ാമത്തെ മത്സരമാണ് അവർ അൺബീറ്റഡ് ആയിട്ട് ബൂണ്ടസ് ലീഗയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി അവരുടെ മുന്നിലുള്ളത് 82-83 കാലഘട്ടത്തിലെ ഹാംബർഗറിന്റെ റെക്കോർഡ്. അവർ 36 മത്സരങ്ങൾ അൺബീറ്റഡായി പോയിട്ടുണ്ട്. മ്യൂണിച്ച് 2012-13 കാലഘട്ടത്തിൽ ബയേൺ മ്യൂണിക്ക് 53 മത്സരങ്ങൾ അൺബീറ്റഡായിട്ട് പോയിട്ടുണ്ട്. ഇനി അത് മറികടക്കാൻ ഈ സീസണിൽ സാബി അലോൺസോയുടെ കുട്ടികൾക്കാവുമോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരിക്കാം ഇത്തവണത്തെ അവരുടെ പെർഫോമൻസിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.